നമസ്കാരം. ഇറാന് നേരെയുണ്ടായ ഇസ്രയേൽ സംയുക്ത സൈനിക ആക്രമണം കൂടുതൽ മേഖലകളിലേക്കും വ്യാപിക്കുന്നതിന്റെ സൂചനകൾ പുറത്തുവരികയാണിപ്പോൾ. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രം നടന്നിരുന്ന യുദ്ധം പിന്നീട് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടി വ്യാപിക്കുന്നതും ഇറാന്റെ യുദ്ധക്കപ്പലിനെ മുക്കുന്ന തരത്തിലേക്കും കാര്യങ്ങൾ വളരുന്നതും എല്ലാ ലോകം ആശങ്കയോടെ നോക്കിക്കാണുമ്പോൾ തങ്ങളുടെ നാവിക കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇറാൻ തിരിച്ചടി നൽകിയിരിക്കുന്നു എന്ന ഒരു വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് കൈപ്പേറിയ രീതിയിൽ ദുഃഖിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇറാൻ നൽകിയതിന്റെ തൊട്ടു പിന്നാലെ തന്നെ അവർ തിരിച്ചടിച്ചതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നത് പ്രകാരം പേർഷ്യൻ ഗൾഫിന്റെ വടക്കൻ മേഖലയിൽ വെച്ച് ഒരു എണ്ണ കപ്പലിനെ അവർ ആക്രമിച്ചു എന്നതാണ്. ആക്രമിക്കപ്പെട്ട കപ്പലാവട്ടെ തീ പിടിച്ചതായും പറയപ്പെടുന്നുണ്ട്. 80 വർഷങ്ങളായി ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ആക്രമണ ശൈലിയാണ് ഇറാനെതിരായി അവരുടെ യുദ്ധക്കപ്പലിനെതിരായി പുറത്തെടുത്തിട്ടുള്ളത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. 1945 രണ്ടാം ലോക മഹായുദ്ധം തീർന്നതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരു അന്തർവാഹിനി വഴി നാവിക കപ്പലിന് നേരെ നേവി ഒരു ടോർപിഡോ ആക്രമണം നടത്തുന്നത്. 1700 കിലോയോളം ഭാരം വരുന്ന മാർക്ക് 48 ടോർപിഡോ ഉപയോഗിച്ചായിരുന്നു ഇറാൻ യുദ്ധക്കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണം. കപ്പലുകളെയും അന്തർവാഹിനികളെയും തകർക്കാനായി ജലത്തിന് മുകളിലൂടെയോ അടിയിലൂടെയോ വിക്ഷേപിക്കാനാവുന്ന സ്വയം നിയന്ത്രിത ഉഗ്രസ്ഫോടക ശേഷിയുള്ള ഒരു മിസൈലിനെയാണ് ടോർപിഡോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആളില്ലാത്ത ചെറിയൊരു സബ്മെർസിബിളിന്റെയും മിസൈലിന്റെ ഒരു സങ്കര ഇനമായിട്ടും ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. കപ്പലിൽ നേരിട്ടിരിക്കുന്ന ആയുധങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഒരു ടോർപിഡോ. മാർക്ക് 48 ആണെങ്കിൽ അത് കപ്പലിനടിയിൽ പൊട്ടിത്തെറിക്കുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു യുദ്ധ ഉപകരണം കൂടിയാണ്. മണിക്കൂറിൽ 100 കിലോമീറ്ററിൽ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാനും ഡസൻ കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും ഒക്കെ ഇതിന് കഴിയും. കടൽ വഴിയുള്ള യുദ്ധത്തിലെ ശക്തമായ ആയുധങ്ങളിൽ ഒന്നുകൂടിയാണ് ടോർപിഡോ എന്ന് പറയുന്നത്. ന്റെ ടോർപിഡോ ആക്രമണം ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണ്. അത്തരം ഒരു സാഹചര്യത്തിലാണ് അവർ ഏതു വിധേനയും പ്രത്യാക്രമണം നടത്തണമെന്ന ഒരു തീരുമാനത്തിൽ എത്തുന്നതും. വിശാഖപട്ടണത്ത് ഇന്ത്യൻ സേന സംഘടിപ്പിച്ച സൈനിക അഭ്യാസത്തിൽ പങ്കെടുത്തതിന് ശേഷം പോകും വഴി കൊച്ചിയിൽ വെച്ച് ഇന്ധനമൊക്കെ നിറച്ച് മടങ്ങിയായിരുന്നു ഇറാന്റെ ഫ്രിഗോസ് ക്ലാസ് യുദ്ധക്കപ്പലായ IRIS ദേന. അതിനു നേരെയാണ് ശ്രീലങ്കൻ തീരത്തിന് സമീപത്തുള്ള രാജ്യാന്തര സമുദ്രതിർത്തിയിൽ വെച്ച് ബുധനാഴ്ച അമേരിക്ക ആക്രമണം നടത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നേവി നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ അന്തർവാഹിനിയിൽ നിന്ന് മാർക്ക് 48 എന്ന ഹെവി വെയിറ്റ് ടോർപിഡോ ഉപയോഗിച്ച് നടത്തിയിരിക്കുന്നത്. അതിലൂടെ ഇറാനിയൻ നാവികസേനയുടെ പ്രധാന യുദ്ധക്കപ്പലുകളിൽ ഒന്നിനെ അവർക്ക് മുക്കാനും സാധിച്ചിട്ടുണ്ട്. നാവികസേനയുടെ അന്തർവാഹിനികളെ യുദ്ധസമയത്ത് ക്രൂയിസ് മിസൈലുകളൊക്കെ വിക്ഷേപിക്കുന്നത് പതിവുണ്ടെങ്കിലും 80 വർഷത്തെ ചരിത്രം നോക്കുമ്പോൾ അവർ പ്രയോഗിക്കാത്ത ഒന്നാണ് ടോർപിഡോ ഉപയോഗിച്ച് കപ്പലുകളെ മുക്കുക എന്നുള്ള ഒരു കാര്യം. പുറംചട്ട പിളർത്തി കപ്പലിനെ മുക്കുകയാണ് ടോർപിഡോ ആക്രമണത്തിലൂടെ ചെയ്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനെതിരെ നടത്തിയ ടോർപിഡോ ആക്രമണത്തിന് സമാനമായ രീതിയിൽ ഒരു ആക്രമണം നടന്നു എന്ന് പറയുന്നത് 1945 ഓഗസ്റ്റ് 14 750 ടൺ ഭാരമുള്ള ഒരു ജാപ്പനീസ് ഷിപ്പിനെയാണ് അന്ന് അവരുടെ ടോർപിഡോ ആക്രമണത്തിലൂടെ നശിപ്പിച്ചത്. ടോർക്കസിൽ എന്നു പേരുള്ള ഒരു സബ്മറീനിൽ നിന്നും വിക്ഷേപിച്ചതായിരുന്നു ആ ടോർപിഡോ. അന്നത്തെ ആഘാതത്തിൽ തുടർന്ന് 24 ജീവനക്കാരാണ് അന്ന് മരിച്ചതും. ശീതയുദ്ധകാലത്തൊക്കെ ന്റെ അന്തർവാഹിനികൾ ടോർപിഡോകൾ വഹിച്ചുകൊണ്ടൊക്കെ ശത്രു രാജ്യങ്ങളുടെ സമുദ്രഭാഗങ്ങളിലൊക്കെ കടന്നു ചെന്നിട്ടുണ്ടെങ്കിലും അവരത് ഉപയോഗിച്ചിട്ടുമില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഏർപ്പെട്ടുള്ള യുദ്ധങ്ങളെ പറ്റി നോക്കുമ്പോഴും നമുക്ക് ഇക്കാര്യമൊക്കെ വ്യക്തമാവുകയും ചെയ്യും. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിന്റെ തുടക്കകാലത്തും ഇറാഖിന്റെ അധിനിവേശ കാലത്തും ലിബിയയിലെ നാറ്റോ വ്യോമാക്രമണ സമയത്തും യമനിൽ ഹൂത്തികൾക്കെതിരായി നടത്തിയിട്ടുള്ള ആക്രമണ സമയത്തും ഇക്കഴിഞ്ഞ ജൂണിൽ ഇറാനിലെ ആണവ കേന്ദ്രത്തിനെതിരായി അന്തർവാഹിനികളൊക്കെ ക്രൂയിസ് മിസൈലുകളൊക്കെ ഉപയോഗിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിലും അവർ കപ്പലുകളെ മുക്കാനായി ടോർപിഡോകൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാനാവും. തീരവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങളിലൊക്കെയായിരുന്നു അവർ ഈ ടോർപിഡോകൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇറാന് നേരെയാണ് സമാനമായ രീതിയിൽ ഒരു ആക്രമണം നേവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്തരം ഒരു തീരുമാനം എന്തുകൊണ്ടാണ് വന്നതെന്നൊന്നും ഇതുവരെ വ്യക്തമായിട്ടുമില്ല. ശ്രീലങ്കയുടെ തെക്കൻ തീരത്തായി നടന്നിട്ടുള്ള ഈ ആക്രമണത്തെ ഇന്ത്യ ഇതുവരെ അപലപിച്ചതായി വാർത്തകളൊന്നും വന്നിട്ടില്ല. ഇതിനെതിരെ പല പ്രതിഷേധങ്ങളൊക്കെ വന്നിട്ടുമുണ്ട്. ഇന്ത്യയിലെ ഒരു വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങും വഴിയാണ് ഇറാന്റെ യുദ്ധക്കപ്പലിന് ആക്രമണം ഉണ്ടായത്. അതിനാൽ തന്നെ ഇന്ത്യ പ്രതികരിക്കണമെന്നൊക്കെ ഒരു വിഭാഗം പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഇതുവരെ ഇന്ത്യ പ്രതികരിച്ചതായി വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല.
വലിയ നാശനഷ്ടം ഈ ആക്രമണത്തിലൂടെ സംഭവിച്ചിട്ടുമുണ്ട്. കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും 108 പേരടങ്ങുന്ന സംഘമാണ് കപ്പലിലുണ്ടായിരുന്നെന്നാണ് കരുതപ്പെടുന്നത്. 87 പേർ മരിച്ചതായും 60 പേരെ കാണാതായി എന്നുമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുമുണ്ട്. 37 പേരെ രക്ഷപ്പെടുത്താനായി ശ്രീലങ്കൻ നാവികസേനയ്ക്ക് കഴിഞ്ഞു എന്ന ഒരു ആശ്വാസകരമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. യുദ്ധക്കപ്പൽ മുഖ്യ നടപടിയെ നിശബ്ദ മരണം എന്നായിരുന്നു US പ്രതിരോധ സെക്രട്ടറി വിശേഷിപ്പിച്ചത്. ഇറാന്റെ യുദ്ധക്കപ്പലിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെ തന്നെ അബുദാബിയിലെ എംബസിയും ദുബായിലെ കോൺസുലേറ്റും ഒക്കെ അടയ്ക്കാനുള്ള ഒരു പ്രഖ്യാപനം, ഒരു തീരുമാനമൊക്കെ US ഭാഗത്തു നിന്ന് വന്നിട്ടുമുണ്ട്. ഇത് ഒരു കനത്ത തിരിച്ചടിച്ച് പ്രതീക്ഷിച്ച് തന്നെയാവാം US ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്ത്യയുടെ സമുദ്രപരിധിക്ക് അപ്പുറത്ത് വെച്ചാണ് അറ്റാക്ക് ഉണ്ടായത് എന്ന ന്യായവാദം മുൻനിർത്തി മാത്രം US നടപടിക്കെതിരെ കണ്ണടയ്ക്കാൻ പാടില്ല എന്നും വാദങ്ങളുണ്ട്. പതിറ്റാണ്ടുകളോളം പിന്തുടരാതിരുന്ന കപ്പലുകളെ നശിപ്പിക്കാനായി ടോർപിഡോ ഉപയോഗിക്കുക എന്ന രീതിയാണല്ലോ ഇപ്പോൾ US പുറത്തെടുത്തിരിക്കുന്നത്. ഇത്തരത്തിലൊരു ആക്രമണം US നടത്തിയത് ന്യായീകരിക്കാനാവില്ല എന്നൊരു അഭിപ്രായവും ഉയർന്നു വരുന്നുണ്ട്. കാരണം യുദ്ധ സാഹചര്യത്തിന് മുന്നേ ഇറാനിൽ നിന്ന് യാത്ര തിരിച്ച വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത് മടങ്ങിയായിരുന്ന ഒരു കൂട്ടം നാവികർക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. പൊതുവിൽ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇത്തരത്തിലൊരു ആക്രമണത്തിന് അവിടെ വേദിയാവുക എന്നതും വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. രാഷ്ട്രത്തലവന്മാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് അധികാരം നിലനിർത്താനുള്ള മാർഗമാണ്. അവർക്ക് യുദ്ധം എന്നാൽ ജയവും തോൽവിയും മാത്രമാണ്. എന്നാൽ നിരപരാധികളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ യുദ്ധം എന്നത് നഷ്ടങ്ങളും വേദനകളും മാത്രമാണ് നൽകുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടി വ്യാപിച്ച യുദ്ധം കൂടുതൽ തലങ്ങളിലേക്ക് പടരില്ലെന്ന വിശ്വാസവുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് നിലവിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ മുന്നിലുള്ള ഏക വഴി.